പ്രിയങ്കരായ വേദിയിലുള്ള നേതാക്കൾ, നമ്മൾ കുടുംബം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ബഹുമാനിച്ചൊന്നും വേണ്ട, അഭിസംബോധന ഒന്നും വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ നിങ്ങളുടെയൊക്കെ ഇരിപ്പും അതുപോലെ തന്നെ പുഞ്ചിരിക്കുന്ന മുഖവും ആവേശം കണ്ടാൽ അറിയാം, ഈ നിലമ്പൂര് ഐക്യജനാധിപത്യ മുന്നണിയുടെ വമ്പൻ പിന്തുണയുമായി നമ്മുടെ കയ്യിൽ നമ്മളെ ബോധ്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമില്ല, പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ 8-9 വർഷമായി, കുറച്ച് വർഷങ്ങളായി നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ മുഴുവൻ എണ്ണിപ്പറഞ്ഞ് ഇതിനി സഹിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ് സിറ്റിംഗ് MLA രാജിവെച്ചതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. എന്നിട്ട് പിന്നെ നമ്മളോട് ഇനി അവരിൽ ഒരാളെ തന്നെ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ ആ പണിക്ക് നമ്മളെ കിട്ടൂല എന്നുള്ളത് നാട്ടിലാണ്. അങ്ങനെയുള്ള ഈ തെരഞ്ഞെടുപ്പ് വന്നത്. ആ സമയത്ത് വളരെ അസാധാരണമായ രീതിയിൽ കുറച്ച് മാസങ്ങൾ മാത്രം ഈ അസംബ്ലിയിൽ ബാക്കി നിൽക്കെ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്ന സാഹചര്യം 1 അല്ല 10 അല്ല, എത്ര പ്രാവശ്യം സിറ്റിംഗ് MLA ഈ നാട്ടിലെ ജനങ്ങളോട് വിശദീകരിച്ചു നിൽക്കാൻ കഴിയില്ല, ഈ ഭരണം സഹിച്ച് നിൽക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഈ ഭരണം സഹിച്ച് ഇതിന്റെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞ് നമ്മൾ പ്രതിപക്ഷം അതിനു മുമ്പ് തന്നെ UDF അതിനു മുമ്പ് തന്നെ ഈ നാട്ടിലുള്ള പോരായ്മകൾ പറയുന്നുണ്ട്. അതിന്റെ പുറമെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഭരണത്തിന്റെ തണലിൽ നടക്കുന്നത് നമ്മളോടൊക്കെ വിസ്തരിച്ച് പറഞ്ഞ് ഇനി നിൽക്കില്ല എന്ന് പറഞ്ഞ് രാജിവെച്ച തെരഞ്ഞെടുപ്പാണ്. എങ്കിൽ പിന്നെ ഇവിടെ നമ്മുടെ മുമ്പിൽ, നിങ്ങളുടെയൊക്കെ മുമ്പിൽ നാടിനെ രക്ഷപ്പെടുത്താൻ എന്താണ് ഒരു വഴിയുള്ളത്, ഒരു ഓപ്ഷൻ ഉള്ളത്? എന്താ? BJPയെ തെരഞ്ഞെടുക്കുക. അതേതായാലും അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്, ഞങ്ങളാരും തെരഞ്ഞെടുക്കാൻ പോകില്ല, ഞങ്ങളിവിടെ വെറുതെ നിൽക്കുകയാണ് എന്നുള്ളത് അവർക്കറിയാം. പിന്നെ കുറച്ച് സ്വതന്ത്രന്മാരൊക്കെ സിറ്റിംഗ് MLA പോയ ആളും മത്സരിക്കും, എല്ലാവരും അവർക്കൊക്കെ നല്ല ബോധ്യമുണ്ട്, അവരാരും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ ഇവിടെ ആവശ്യമായ ഒരു മാറ്റം എന്ന് പറഞ്ഞത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. ഉമ്മൻചാണ്ടിയൊക്കെ വെച്ചിരുന്ന ആ കാലഘട്ടം പോലെ ഈ നാടിന്റെ നല്ല നാളുകൾ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ, അന്നേ തീരുള്ളൂ ഈ നാടിന്റെ പ്രശ്നം. അതിനുവേണ്ടി നിലമ്പൂരിൽ നിന്നുള്ള തുടക്കം കുറിക്കാൻ, നിലമ്പൂരിൽ നിന്ന് തുടക്കം കുറിക്കാൻ, അതാണ് ഈ തെരഞ്ഞെടുപ്പ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ആരെങ്കിലും പറഞ്ഞു വന്നിട്ട് വേണ്ട, അല്ലെങ്കിൽ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ വനമേഖലയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു സ്വൈരവുമില്ല. പണ്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാട്ടാനാക്രമം അല്ലെങ്കിൽ ഇവിടെ ഒരു പുലിയാക്രമം എന്നൊക്കെ പറഞ്ഞ് കേൾക്കലുണ്ടായിരുന്നു. ഇപ്പോഴോ നിത്യ സംഭവമായി. ഒരു വിലയില്ല, ആളെ പിടിച്ച് പുലി നിന്നാലും ഒരു വിലയില്ല. ആട് പോട വാരി അങ്ങാടി കൂടി കാട്ടാന പോയാൽ ഒരു വിലയിപ്പില്ല. അത് എപ്പോഴുള്ളതല്ലേ, ആ നിലയിലായി നാട്. സുരക്ഷിതത്വം ഇല്ല. അതുപോലെ ഓരോന്നും എടുത്ത് നോക്ക്. ഇപ്പൊ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചു പോകുന്നു. നമ്മൾ എത്ര വർഷമായി പറയുന്നു കുട്ടികൾക്ക് പഠിക്കാനുള്ള +2 കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ ഒക്കെ പഠിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നത്. എത്ര കുട്ടികളാണ് അഡ്മിഷൻ കിട്ടാതെ ഇപ്പോ പാരൽ കോളേജും അതുപോലെ തന്നെ മറ്റു പഠിക്കാതാവെന്ന് പറയാൻ കുട്ടികൾ. അപ്പൊ ഈ നാടിനെ ഇങ്ങനെ അവഗണിച്ച്, ഈ നാടിനെ ഇങ്ങനെ ഒരു സ്ഥിതിയിലെത്തിച്ച്, മലയോര ജനതയെ ഇങ്ങനെ ഒരു ഗതികേടിൽ എത്തിച്ച്, അങ്ങനെയുള്ള ഈ ഭരണം തന്നെ ഇനി തുടരണം എന്ന് ഇവിടെ വിധിക്കാൻ പോകുന്നില്ല, പറയാൻ പോകുന്നില്ല. അതാണ് നിലമ്പൂരിൽ ഇന്ന് കാണുന്ന മാറ്റത്തിന് വേണ്ടിയുള്ള ഈ ആവേശത്തിന്റെ കാരണം. ഞങ്ങളൊക്കെ അനുദിനം വലിയ ഷാഫിയോടുണ്ട്, ഷാഫിങ്ങളോട് സംസാരിക്കും. ഇവിടെ പറഞ്ഞ പോലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി എന്ന് തോൽപ്പിക്കാൻ വേണ്ടി ദുനിയാവിലുള്ള മുഴുപാടം പറ്റി അവസാനം പച്ച വർഗീയത പറഞ്ഞു. പക്ഷേ അവരെല്ലാ കണക്കുകൂട്ടലും തെറ്റി കേരളത്തിലെ ജനങ്ങളുടെ ആ ഉറച്ച നിലപാടുണ്ട്. നിലമ്പൂരിലും ആ കണക്ക് കൂട്ടൽ തെറ്റും. നിങ്ങൾ അതും ഇതൊന്നും കൂട്ടിയില്ല.
എന്തെല്ലാം പ്രയോഗങ്ങൾ നടത്തി നോക്കി. വർഗീയത, പച്ച വർഗീയത അതങ്ങ് ഊതി വീർപ്പിച്ച് വലുതാക്കി ഷാഫിയെ ആ തരതലയിൽ നാട്ടുകാരെ മുമ്പിൽ അവതരിപ്പിച്ചു. ചെങ്കുണ്ടായി അവസാനം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവരും മനുഷ്യനായ മനുഷ്യൻ മുഴുവൻ ഷാഫിയെ സ്വീകരിച്ച് ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളൊക്കെ മറിച്ച് പ്രചരിപ്പിച്ചു. ഈ പ്രചരണം കണ്ടിട്ട് വടകരയല്ലേ രക്ഷപ്പെടൂല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. പക്ഷെ എന്തുണ്ടായി? ജനങ്ങൾക്കറിയാം കാര്യങ്ങൾ, ജനങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഇവിടെ ഈ ഇന്ത്യ രാജ്യം മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ആ സ്ഥിതിയല്ല ഇന്ന്. കേരളത്തിൽ ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്തുള്ള നല്ല സ്ഥിതി ഇല്ല. ഇതൊക്കെ ആളുകൾക്ക് ഇപ്പൊ അവരുടെ മനസ്സിൽ ബോധ്യമുണ്ട്. അവർ മലപ്പുറം ജില്ലയെ നോക്കുന്ന, ഈ പ്രദേശത്തെ നോക്കുന്ന, ഈ നാടിനെ നോക്കുന്ന, ഈ നാടിന് പരിഗണന കൊടുക്കുന്ന